തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് അദാനി വിൽമാർ ലിമിറ്റഡ്. അദാനി വിൽമാർ ഇന്നത്തെ ദിവസം 0.6% ഇടിഞ്ഞ് 352 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 45,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 542. കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറുകളിലായി കമ്പനി ലോ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് വാല്യൂഷൻ ഉയർന്നത്. 52 വീക്ക് ഹൈ 509, 52 വീക്ക് ലോ 285. ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം അദാനി വിൽമാർ എന്ന കമ്പനി അവരുടെ Q4 ബിസിനസ് അപ്ഡേറ്റ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ Q4 ബിസിനസ് അപ്ഡേറ്റ്സിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എഡിബിൾ ഓയിൽ ആൻഡ് ഫുഡ് ബിസിനസ് സെഗ്മെൻറ്റിൽ കമ്പനി ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് അച്ചീവ് ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാന ഹൈലൈറ്റ്. ഹോളി, ഫെസ്റ്റിവൽ സീസൺ എന്നിവയുടെ പശ്ചാത്തലത്തിൽ എഡിബിൾ ഓയിലിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും എഡിബിൾ ഓയിലിൻ്റെ ഓളിയത്തിൽ ഹയസ്റ്റ് എവർ റെക്കോർഡ് സെയിൽസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം എഡിബിൾ ഓയിലിൻ്റെ വില ഗവൺമെൻറ് റെഗുലേഷൻ പ്രകാരം ഇടിയുന്നത് അദാനി വിൽമാറിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് അല്ല. കമ്പനി മികച്ച രീതിയിൽ അവരുടെ വോളിയം സെയിൽസ് ചെയ്യുന്നെങ്കിലും എഡിബിൾ ഓയിലിൻ്റെ വില കുറയുന്നത് മൂലം കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇത് പ്രതിഫലിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് പരിശോധിച്ചാലും കമ്പനിയുടെ പ്രോഫിറ്റ് 18.4% ഇടിഞ്ഞിരുന്നു. എഡിബിൾ ഓയിലിൻ്റെ ഡിമാൻഡും അതുപോലെ തന്നെ എഡിബിൾ ഓയിലിൻ്റെ വിലയും കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രോഫിറ്റിൽ 18.4% ഇടിവ് വന്നത്. ഇപ്രാവശ്യവും എഡിബിൾ ഓയിലിൻ്റെ വില ഉയരാത്തത് കമ്പനിയെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ഫോർച്യൂൺ എന്ന ബ്രാൻഡ് കുക്കിംഗ് ഓയിലിൻ്റെ റവന്യൂവിലും ഇടിവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 കൺസിക്യൂട്ടീവ് ക്വാർട്ടറുകളായി ഇടിവ് വരുന്നു. അതോടൊപ്പം തന്നെ അദാനി വിൽമാറിൻ്റെ അനിമൽ ഫീഡ് എക്സ്പോർട്ടിലും 4% ഇടിവ് ഇയർ ഓൺ ഇയറിൽ വന്നിട്ടുണ്ട്. FMCG സെഗ്മെൻറ്റിൽ നിന്നും കമ്പനി റെക്കോർഡ് ഗ്രോത്താണ് കൈവരിച്ചത്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് FMCG സെഗ്മെൻറ്റിലെ റവന്യൂ കമ്പനിക്ക് ഇരട്ടിയിലധികമാക്കി ഉയർത്താൻ സാധിച്ചു. അതേസമയം ഫുഡ് ആൻഡ് FMCG സെഗ്മെൻറ്റിലെ സെയിൽസ് വാല്യൂവിൽ ഇടിവ് വന്നിട്ടുണ്ട്. 4% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. ഇതുകൂടാതെ ഓവറോൾ സെഗ്മെൻറ്റിലെ കമ്പനിയുടെ ഗ്രോത്തിനെ 4% എന്ന മോഡറേറ്റ് ഗ്രോത്ത് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് FMCG സെഗ്മെൻറ്റിലെ മറ്റ് കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ 4% മോഡറേറ്റ് ഗ്രോത്ത് ചിലപ്പോൾ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗ് സെഗ്മെൻറ്റിലെ ബിസിനസ്സിലും കമ്പനിക്ക് വളർച്ച നേടാൻ സാധിച്ചു. 400 കോടി എന്ന ഒരു ലാൻഡ് മാർക്ക് ഈ കമ്പനിയുടെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗ് സെഗ്മെൻറ്റിൽ നിന്നും കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഈ ന്യൂസുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ അദാനി വിൽമാർ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഹെവി ഡിസ്കൗണ്ട് ലഭിക്കുന്നു. സ്റ്റോക്ക് കഴിഞ്ഞ 2023 വർഷത്തിൻ്റെ തുടക്കം മുതൽ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. 325-നും 300-നും അടുത്തുള്ള സപ്പോർട്ടും 400-ന് അടുത്തുള്ള റെസിസ്റ്റൻസുമാണ്. മുമ്പ് ആദ്യം റെസിസ്റ്റൻസ് 500-ന് അടുത്തായിരുന്നു. അവിടെ നിന്നും റെസിസ്റ്റൻസ് പിന്നീട് 480-ലേക്കും ഇപ്പോൾ 400 രൂപയുടെ റെസിസ്റ്റൻസുമാണ് സ്റ്റോക്കിനുള്ളത്. സ്റ്റോക്ക് ആൾറെഡി ഡൗൺ ട്രെൻഡിലാണ്. ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ടൈറ്റാൻ എന്ന കമ്പനിയെക്കുറിച്ചാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടൈറ്റാൻ 1.47% ഇടിഞ്ഞ് 3,754-നടുത്ത് ക്ലോസിംഗ് നൽകി. 3.33 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 96.48, ഡിവിഡൻഡ് യീൽഡ് 0.27%, 52 വീക്ക് ഹൈ 3,886, 52 വീക്ക് ലോ 2,545, 52 വീക്ക് ഹൈക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 6 മാസം കൊണ്ട് ടൈറ്റാൻ എന്ന സ്റ്റോക്ക് 13% റിട്ടേൺ ആണ് നൽകിയത്. ഒരു വർഷം കൊണ്ട് 47% റിട്ടേൺ നൽകി. കഴിഞ്ഞ 3 മാസമായി ടൈറ്റാൻ എന്ന സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കമ്പനിയുടെ റിട്ടേൺ പ്രൊഫൈലിൽ ഒരിടിവ് അല്ലെങ്കിൽ റിട്ടേൺ പ്രൊഫൈൽ അത്ര അട്രാക്റ്റീവായിട്ട് കാണാൻ സാധിക്കാത്തത്. അതേസമയം 2023 വരെയുള്ള കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ഗ്രോത്താണ് ടൈറ്റാൻ എന്ന കമ്പനി ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. ഇനി ടൈറ്റാനുമായി ബന്ധപ്പെട്ട ടൈറ്റാൻ്റെ Q4 ബിസിനസ് അപ്ഡേറ്റ് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നിട്ടുണ്ട്. ഈ Q4 ബിസിനസ് അപ്ഡേറ്റ്സിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നത്. ടൈറ്റാൻ്റെ ജുവലറി സെഗ്മെൻറ്റ് 19% വളർച്ച ഇയർ ഓൺ ഇയറിൽ കൈവരിച്ചു. കൂടാതെ സെയിം സ്റ്റോർ സെയിൽസ് ഹെൽത്തി ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കൈവരിക്കുകയും ചെയ്തു. ജുവലറി ബ്രാൻഡായ തനിഷ്ക് ദുബായിലും ചിക്കാഗോയിലും പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തു. മാർച്ച് ക്വാർട്ടറിൽ ഇന്ത്യയിൽ മാത്രം 27 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ
11 സ്റ്റോറുകൾ തനിഷ് ബ്രാൻഡിലും 16 സ്റ്റോറുകൾ മിയ എന്ന ബ്രാൻഡിന് കീഴിലുമാണ്. വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റിൽ കമ്പനി 7% വളർച്ച കൈവരിച്ചു. ഇതിൽ അനലോഗ് വാച്ച് സെഗ്മെൻറ്റിൽ 7% വളർച്ചയും വിയറബിൾ വാച്ച് സെഗ്മെൻറ്റിൽ കമ്പനി 2% വളർച്ചയുമാണ് കൈവരിച്ചത്. അനലോഗ് വാച്ച് സെഗ്മെൻറ്റിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നേടാൻ സാധിച്ചു. കൂടാതെ വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റിൽ കമ്പനിക്ക് 44 പുതിയ സ്റ്റോറുകൾ ഈ ക്വാർട്ടറിൽ ഓപ്പൺ ചെയ്യാൻ സാധിച്ചു. ഇതിൽ ടൈറ്റാൻ വേൾഡിൻ്റെ 10 സ്റ്റോറും ഹിലോയ്സിൻ്റെ 20 സ്റ്റോറും ഫാസ്റ്റ് ട്രാക്കിൻ്റെ 14 സ്റ്റോറുകളുമാണുള്ളത്. ഇതോടൊപ്പം തന്നെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 86 എത്തിയിട്ടുണ്ട്. അതായത് ഈ ക്വാർട്ടറിൽ മാത്രം 86 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തു. ഇനി എൻ്റെ റീറ്റെയിൽ നെറ്റ്വർക്കിൽ 3035 സ്റ്റോറുകളാണ് ടൈറ്റാൻ എന്ന കമ്പനിക്കുള്ളത്. ജ്വല്ലറി സെഗ്മെൻറ്റിൽ കമ്പനിയുടെ ഗ്രോത്ത് റോബസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റിലെ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഐ കെയർ സെഗ്മെൻറ്റിൽ കമ്പനിക്ക് 1% വളർച്ചയാണ് നേടാൻ സാധിച്ചത്. ടൈറ്റാൻ ഐ പ്ലസ് ദുബായിൽ പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ജ്വല്ലറി ആൻഡ് വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഐ കെയർ ഡിവിഷനിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി ടൈറ്റാൻ്റെ ഫ്രാഗ്രൻസ് ആൻഡ് ഫാഷൻ അക്സസറീസ് ബിസിനസ്സിൽ കമ്പനി 37% വളർച്ച ഇയർ ഓൺ ഇയറിൽ കൈവരിച്ചു. എമർജിംഗ് ബിസിനസ്സിലും കമ്പനി 37% വളർച്ച കൈവരിക്കുകയും 11 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫ്രാഗ്രൻസ് സെഗ്മെൻറ്റിലെ റവന്യൂ 9% വളർന്നിട്ടുണ്ട്. കൂടാതെ ഫാഷൻ അക്സസറി സെഗ്മെൻറ്റിലെ റവന്യൂ 18% ഇയർ ഓൺ ഇയറിൽ വളരുകയും ചെയ്തു. ഈ ഫാക്റ്റുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ടൈറ്റാൻ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഒരു പോസിറ്റീവ് ആക്ഷൻ പ്രതീക്ഷിക്കാം. ടൈറ്റാൻ റീസെൻ്റ്ലി അക്വയർ ചെയ്ത ക്യാരറ്റ് ലൈൻ എന്ന കമ്പനിയും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ക്യാരറ്റ് ലൈനിൻ്റെ സെയിൽസ് 30% ഇയർ ഓൺ ഇയറിൽ ഉയരുകയും ചെയ്തു. ക്യാരറ്റ് ലൈനും 10 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 272 എത്തിച്ചു. ടൈറ്റാൻ ഇപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് സോണിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 3900 അല്ലെങ്കിൽ 3875 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ ഫർദർ അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ടൈറ്റാനെ സംബന്ധിച്ചിടത്തോളം 3550, 3600 തുടങ്ങിയ ലെവലുകൾ അക്കുമുലേഷന് വേണ്ടി നമ്മൾക്ക് പരിഗണിക്കാവുന്ന ലെവലുകളാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്